പാഠം 507 ഒരു പ്രേമലേഖനമുണ്ടാക്കിയ കഥ. ഹലോ, അതെ, അവിടെ കൊടുക്കാം. ഭാമേ, ഇപ്പൊ വരും. ഹലോ, വിദ്യ, എന്തായി? ഓ, നന്നായി. ഞാൻ 10 മണി കഴിയുമ്പോഴേക്കും വരും. ബാക്കി കഥയൊക്കെ അപ്പൊ പറയാം. അതൊക്കെ നേരെ പറയേണ്ടതാ, ഇവ പറഞ്ഞാൽ ശരിയാവില്ല. എന്തായിരുന്നു? നിന്നോട് ചോദിച്ചിട്ടില്ലേ വിദ്യാലക്ഷ്മി വിളിച്ചത് എന്തിനാണെന്ന്? നിന്നെ ഞാൻ പറയിപ്പോയോ? ഇന്ന് നേരെ വെളുത്ത പോലെ ശ്രദ്ധിക്കുക. നീ ഒരക്ഷരം വേണ്ടിയിട്ടില്ല. എനിക്ക് മനസ്സിലായി. ഇന്നലെ ഞാൻ വഴക്ക് പറഞ്ഞതിന്റെ പേരിലായിരിക്കും ഈ പിണക്കം. അങ്ങനെ എനിക്ക് പുല്ല. ഇന്നലെ നീ കാണിച്ച വൃത്തികാരനെ ഞാനൊന്ന് ദേഷ്യപ്പെട്ടു പോയി. അതിനാണ് ഈ പിണക്കം. ശരി, നീ മിണ്ടണ്ട, ഞാനും മിണ്ടുന്നില്ല. ഹലോ, വക്കീലെ, ഞാനാണേ. വിദ്യാലക്ഷ്മി വക്കീൽ ആ പുസ്തകം എന്റെ കയ്യിൽ തന്നു വിട്ടിട്ടുണ്ട്. ഉത്തമൻ ആ പുസ്തകം കൊണ്ട് വേഗം ഇങ്ങോട്ട് വാ. ഓ, അതെ, വരുമ്പോ വില്ലേജ് ഓഫീസർ കാണരുത്. എന്താ നോക്കില്ലേ? പറയുന്നു കേട്ടാ മതി. പുറകുവശത്തെ ഗേറ്റ് വന്നാ മതി, ഞാൻ അങ്ങോട്ട് വരാം. ഉത്തമൻ ഇപ്പൊ വരും. ഞാൻ കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയുടെ മുമ്പിൽ നിൽപ്പുണ്ട്. ഒരു 2 മിനിറ്റിനകം എത്താം. ശരി, എന്നാ വേഗം വാ. ഹലോ. ഈശ്വരാ, ഈ പുസ്തകവുമായി ബന്ധപ്പെട്ട് എന്തോ കലാപം നടക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ പോയി തല വെച്ചാൽ ഞാൻ കുഴപ്പത്തിലാവോ? ഈശ്വരാ, നീ തന്നെ തുണ. വരണത് വരട്ടെ. എവിടെ? എന്താണ് വക്കീലെ പുസ്തകമൊക്കെ ആയിട്ട് രാവിലെ ഒരു കളി? ഉത്തമ, ഇത് മോഹനേട്ടന്റെ പുസ്തകമാ. കുറച്ചു ദിവസം മുന്നേ വിദ്യാലക്ഷ്മി എന്നോട് ഈ പുസ്തകം വീട്ടിലുണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ടെന്ന് ഞാൻ പറയുകയും ചെയ്തു. വില്ലേ ഓഫീസറോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തരില്ലെന്ന് എനിക്കറിയാലോ. മോഹനേട്ടൻ എന്നെക്കാട്ടിലും പ്രധാനമാണല്ലോ മോഹനേട്ടന്റെ പുസ്തകങ്ങൾ. അതുകൊണ്ട് മോഹനേട്ടൻ അറിയാതെ ഇതെടുത്ത് ഞാൻ വിദ്യാലക്ഷ്മിക്ക് കൊടുത്തു. എന്റെ കഷ്ടകാലത്തിന് ഇന്നലെ രാവിലെ മോഹനേട്ടൻ ഈ പുസ്തകം അന്വേഷിച്ചു. അന്നേരം കാര്യം എന്താ എന്നോട് പറഞ്ഞില്ല. അവിടെ മുഴുവൻ തപ്പണം കണ്ടു. അത് കഴിഞ്ഞ് നേരെ ആഫീസിൽ പോയി. ഉത്തമ, വൈകിട്ട് വില്ലേജ് ഓഫീസർ ഒരു വരവിങ് വന്നു. എന്താ മോനട്ടാ? വില്ലിയുടെ ശബ്ദം കേട്ട് ഞാനങ്ങ് വിറച്ചു പോയല്ലോ. നീ എന്റെ പുസ്തകം എടുത്തോ? ഏത് പുസ്തകം? ഞാനിവിടെ വെച്ചിരുന്ന ദശോപനിഷത്ത് കാണാനില്ല. ഒരു അത്യാവശ്യം വന്നപ്പോ ഞാൻ ഇന്ന് രാവിലെ മുഴുവൻ അന്വേഷിച്ചു, കിട്ടിയില്ല. ഇന്ന് ആ പുസ്തകം കയ്യില്ലാത്തതിന്റെ പേരിൽ എന്തുമാത്രം നാണക്കേട് ഞാൻ അനുഭവിച്ചെന്നറിയാമോ? എന്ത് നാണക്കേട്? അതെങ്കിലവിടെ ഈ വീട്ടിൽ നിന്ന് ആ പുസ്തകം കാണാതെ പോയിട്ടുണ്ടെങ്കിൽ അതിനൊരൊറ്റ ഉത്തരവുള്ളൂ, അത് നീ എടുത്തു. പറയേ, നീ എടുത്ത് കത്തിച്ചളന്നോ അതോ കടലാസിലേക്ക് തൂക്കി വിറ്റോ? അല്ലെങ്കിലും പുസ്തകം ഒന്നും കേൾക്കുന്നത് നിനക്ക് ഇഷ്ടമല്ലല്ലോ. നീ എടുത്ത് അടുപ്പിച്ചാണ്. എന്താ നിന്റെ മുഖത്തൊരു കള്ള ലക്ഷണം? സത്യം പറ, ആ പുസ്തകം അവിടെ? അല്ല, ആ പുസ്തകം ഞാൻ എടുത്തതായിരുന്നു.
വിദ്യാലക്ഷ്മി കഴിഞ്ഞ ആഴ്ച ആ പുസ്തകം കയ്യിലുണ്ടോന്ന് ചോദിച്ചു. അപ്പോ അത് ഞാൻ വിദ്യക്ക് കൊടുത്തു. ഓഹോ, എന്റെ പുസ്തകം എന്നോട് ചോദിക്കാതെ ആ ഉണക്ക വക്കീലോട് ആര് പറഞ്ഞു? അല്ലെങ്കിൽ തന്നെ നിങ്ങൾ വക്കീലന്മാർക്ക് ഉപനിഷത്ത് വായിക്കേണ്ട കാര്യം എന്താ? അത് കള്ളന്മാർക്കും കൊലപാതകൾക്കും വായിക്കാനല്ല, മാന്യമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി എഴുതുക. ആ പുസ്തകം ഇല്ലാത്തതിന്റെ പേരിൽ എനിക്കുണ്ടായ നാണക്കേട് എങ്ങനെ മാറും? എനിക്ക് എന്റെ പുസ്തകം ഇപ്പൊ കിട്ടണം. ഇപ്പൊ എങ്ങനെ കിട്ടാനോ? വിദ്യ പിടിച്ച നാളെ ഓഫീസ് കൊണ്ടുവരാൻ പറയാം. നീ എന്തോ ഔദാര്യം ചെയ്യുന്ന പോലാണല്ലോ. എന്റെ പുസ്തകം ഞാൻ അറിയാതെ മോഷ്ടിച്ച് വിദ്യക്ക് കൊടുത്തിട്ട് ഇനിയിപ്പൊ അവക്ക് സൗകര്യമുള്ളപ്പോ കൊണ്ടുവരുന്നോ? നടക്കില്ല. എന്റെ പുസ്തകം കിട്ടാതെ ഇനി ഞാൻ നിന്നോട് മിണ്ടില്ല. ഓഹങ്കാരി. അപ്പൊ കാര്യമായി എന്തോ ഉണ്ടായിട്ടുണ്ട്. സാറിന് എന്തിനാ ഈ പുസ്തകം? ആർക്കറിയാം, മനസ്സിലുള്ളത് തുറന്നു പറയുന്ന ശീലം പണ്ടേ സാറിനില്ലല്ലോ. എന്തായാലും ഇന്ന് നേരം വെളുത്തതിന് ശേഷം ഞാൻ ഒരു അക്ഷരം പോലും മോഹനോട് മിണ്ടിയിട്ടില്ല. എന്നോട് അത് ഇതെല്ലാം ചോദിച്ചു, ഞാൻ വാ തുറന്നിട്ടില്ല. ഇനി ഈ പുസ്തകം കൊണ്ടുപോയി കൊടുത്തിട്ട് വേറൊരു നമ്പർ ഉണ്ട്. അതേത് നമ്പര്? ഉത്തമൻ കണ്ടു. വില്ലേജ് ഓഫീസർ എന്റെ അടുത്ത് വന്ന് ക്ഷമ പറയാതെ ഞാനത് വിടുവോ? അപ്പൊ ശരി ശരി. അതെ, ഇനി ഈ പുസ്തകം കൊണ്ടൊന്നും ഉത്തമനാണെന്ന് അറിയണ്ട. അല്ല, അറിഞ്ഞ എനിക്കൊന്നുമില്ല, ഉത്തമന് വിവരം അറിയും. ഞാൻ പോയേ. വക്കീലേ, വക്കീലായിട്ട് എന്റെ പേര് പറയാതിരുന്നാ മതി. ഇനി വില്ലേജ് ഓഫീസറെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം. പുസ്തകം അങ്ങനെയും കൊടുക്കാൻ പറ്റില്ലല്ലോ. ഇന്നലെ എന്നോട് പറഞ്ഞതിന് വില്ലേജ് ഓഫീസർ പ്രായശ്ചിത്തം ചെയ്തേ പറ്റൂ. ഒരു പുസ്തകം അതാവശ്യപ്പെടുന്ന സമയത്ത് കിട്ടിയില്ല എന്നതിന്റെ പേരില് ഒരു വഴക്കുണ്ടാവുന്നത് ലോകത്താദ്യമായിട്ടായിരിക്കും. എന്റെ ഭാഗത്ത് ഒരു ചെറിയ തെറ്റുണ്ടായി എന്നത് സമ്മതിക്കാം. പക്ഷേ ഇന്നലെ എനിക്കുണ്ടായ വേദനയ്ക്ക് എന്താണ് പരിഹാരം? ചെയ്തത് തെറ്റായിപ്പോയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നേരെ വന്ന് എനിക്ക് ഒരു ഉമ്മ തരണം. ആ ഉമ്മ കിട്ടാതെ ഇനി ഞാൻ മിണ്ടില്ല. സത്യം. ദേഷ്യപ്പെട്ടതായിരുന്നല്ലോ നിന്റെ പ്രശ്നം. അതിനാണല്ലോ നീ ഇങ്ങനെ മോൻ മുറിപ്പിച്ചിരിക്കുന്നതും. പക്ഷേ ഇന്നലെ ഞാൻ അത്രയും ദേഷ്യപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഈ പുസ്തകം കിട്ടുമായിരുന്നോ? ഇത് വേറെ കൊണ്ടുവന്നേ. നീ മിണ്ടാതെ ഞാനൊക്കെ പേടിക്കുന്നു കരുതിയോ? ഭാമേ, ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് മോഹനകൃഷ്ണനെ പേടിപ്പിക്കാൻ നോക്കരുതെന്ന്. ഇറങ്ങുന്നു. അതെ, ഉത്തമനാണ്. സുധാരൻ, നിന്റെ കാര്യം ഞാൻ അന്നേ മോഹനൻ സാറിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ സാറിന് ഭയങ്കര തിരക്കല്ലേ. എന്തായാലും അടുത്ത ഞായറാഴ്ച അവിടെ ഞാൻ ശരിയാക്കി തരാം. ശരി ശരി.
ഇവന്ന് മോനൊരു സറല് വരുന്നത് പുസ്തകം ഞാനാണ് കൊണ്ടുവരുന്നത് വക്കീല് പറഞ്ഞാന്തോ. അയ്യോ നമസ്കാരം സാറേ. അയ്യോ നമസ്കാരം. അല്ല ഞാൻ പെട്ടെന്ന് സാറിനെ കണ്ടതിന്റെ ഒരു അതിശയത്തിന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഞാൻ സാറിന്റെ വീട്ടിന് അതുവഴി വന്നു, പക്ഷെ വീട്ടിൽ കയറാൻ പറ്റില്ല. അങ്ങനെ പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ലെങ്കിൽ വീട്ടിൽ കയറേണ്ട കാര്യമില്ലല്ലോ. പിന്നെ സാറേ, നമ്മുടെ സുധാകരൻ വിളിച്ചിരുന്നു. അവന്റെ സ്ഥലം ഒന്ന് അളക്കാൻ എപ്പോഴാ സമയം കിട്ടുന്നതെന്ന് ചോദിച്ചു. അടുത്ത ഞായറാഴ്ച ചെല്ലാന്ന് ഞാൻ പറയട്ടെ സാറേ? അത് വെള്ളിയാഴ്ച തീരുമാനിക്കാൻ പറ്റും. ഓ ശരി ശരി. പിന്നെ സാറേ, വക്കീല് വീട്ടിലുണ്ടല്ലോ അല്ലേ? അല്ല ഞാൻ ഫോൺ വിളിച്ചിട്ട് എടുത്തില്ല. അവള് മിണ്ടാവ്രതത്തിലാ. മിണ്ടാവരുതോ? എന്റെ ഒരു പുസ്തകം അവളോട് കളഞ്ഞു. അതിന്റെ പേരിൽ ഞാനൊന്ന് ദേഷ്യപ്പെട്ടു. അതുകൊണ്ട് ഇനി അവൾ മിണ്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നിട്ട് പുസ്തകം തിരികെ കിട്ടിയ സാറേ? അവള് പുതിയ പുസ്തകമായി കൊണ്ടുവന്നിട്ടുണ്ട്, പക്ഷെ എന്നിട്ട് മിണ്ടിയില്ല. അങ്ങനെ മിണ്ടാതിരുന്നാൽ തോൽക്കുന്ന ആളല്ലല്ലോ ഞാൻ ആ പുസ്തകം വാങ്ങി പോന്നു. അവൾ എത്ര ദിവസം മിണ്ടായിരിക്കുന്നു കാണണമല്ലോ. അല്ല സാറേ, ഒരു പുസ്തകത്തിന്റെ കാര്യത്തിൽ ഇത്രയും വലിയ പ്രശ്നമൊക്കെ ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ സാറേ? അതൊക്കെ ക്ഷമിക്കാന്നുള്ള കാര്യമല്ലേ ഉള്ളൂ. ആ പുസ്തകം കാണാതെ പോയത് കൊണ്ട് എനിക്കുണ്ടായ നാണക്കേട് എന്താണെന്ന് അറിയാമോ? മെനിഞ്ഞാന്ന് ആഫീസിലെ സ്വയംപ്രഭ എന്നോട് ആ പുസ്തകം എന്റെ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചു. സ്വയംപ്രഭയുടെ അനിയൻ എന്തോ ആവശ്യത്തിനാണ്. പുസ്തകം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ ചെന്ന് നോക്കും, പുസ്തകം ഇല്ല. എങ്ങനെ കൊണ്ടായിരിക്കും? ഒടുവിൽ പുസ്തകമില്ലാതെ ഞാൻ ഇന്നലെ വില്ലേജ് ഓഫീസിൽ ചെന്നു. പുസ്തകം മറന്നുപോയി എന്ന് സ്വയംപ്രഭയോട് പറയാമെന്നാണ് കരുതിയത്. പക്ഷെ ഞാൻ പറഞ്ഞ വിശ്വസിച്ചില്ല. പ്രഭ മോഹൻകൃഷ്ണ സാറിനോട് എന്തോ പുസ്തകം ചോദിച്ചിരുന്നില്ലേ? അത് കിട്ടിയോ? ഇല്ല, സാറിന് അതിനെ പറ്റിയൊന്നും പറഞ്ഞില്ലല്ലോ. അത്യാവശ്യമായിരുന്നെങ്കിൽ പ്രഭയ്ക്ക് ചോദിക്കാൻ പാടില്ലായിരുന്നോ? എനിക്ക് തോന്നുന്നത് സാർ ആ പുസ്തകം കൊണ്ടുവന്നില്ല എന്നാ. കൊണ്ടുവന്നിരുന്നെങ്കിൽ വന്നപാടെ അതെന്റെ കൈ തരൂലായിരുന്നു. ചിലപ്പം പുസ്തകത്തിന്റെ കാര്യം മറന്നുപോയിട്ടുണ്ടാവും. പ്രൊഫസറിന് അത്യാവശ്യമാണെങ്കിൽ അത് ചോദിക്കായിരുന്നില്ലേ? ചെന്ന് ചോദിച്ചാൽ സാറ് ദേഷ്യപ്പെടുമോ എന്തോ. എന്തിന്? സാറല്ലേ പ്രൊഫസറിന് പുസ്തകം തരാന്ന് ഇങ്ങോട്ട് പറഞ്ഞത്. ചോദിച്ചു നോക്കാല്ലേ? ധൈര്യമായിട്ട് ചോദിക്കേ. ഇത് കഴിഞ്ഞു മോഹൻകൃഷ്ണ സാറിന്റെ കൊടുത്തേക്കണേ. സാർ, എനിക്ക് ദശോപനിഷത്ത് കൊണ്ടുവന്ന് തരാന്ന് സാറ് പറഞ്ഞിരുന്നു. ഞാൻ മറന്നുപോയി. നാളെ കൊണ്ടുവരാം. മതി സാർ, നാളെ പുസ്തകം കിട്ടുമെന്ന് ഞാൻ അനിയനോട് പറഞ്ഞോളാം. ആ പുസ്തകം എവിടെ പോയി തപ്പും? എന്തായി പ്രഭേ? സാർ ആ പുസ്തകം മറന്നുപോയെന്നു. നാളെ കൊണ്ടുവരാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കാര്യം മറക്കുന്ന ആളല്ലല്ലോ മോഹൻകൃഷ്ണ സാറ്. പിന്നെങ്ങനെയാ മറന്നത്? എന്റെ കാഞ്ചന സാറേ, സാറിനിത് എന്തിന്റെ കേടാ? വലിയ വലിയ കമ്പ്യൂട്ടറുകൾ ഓരോരോ കാര്യങ്ങളും മറന്നു പോകുന്നു. അപ്പോഴാ മോഹനേഷ സാർ മറന്നതിൽ കുറ്റം പറയുന്നത്. മനുഷ്യരാകുമ്പോ ഇതൊക്കെ മറക്കും. എന്റെ ശിശുപാലൻ ചേട്ടാ, സത്യത്തിൽ സംഭവിച്ചത് എന്താണെന്ന് ഞാൻ പറയാം. സാറിന്റെ കയ്യിൽ ആ പുസ്തകം ഇല്ല. അതിന്റെ പേരെന്താ സ്വയംപ്രഭ പറഞ്ഞത്? ദശോപനിഷത്ത്. ആ സാധനം മോഹൻകൃഷ്ണ സാറിന്റെ കയ്യിലില്ല. പ്രഭ പുസ്തകമുണ്ടോന്ന് ചോദിച്ചപ്പോ ഇല്ലാന്ന് പറയാൻ നാണക്കേടല്ലേ? ലോകത്തിലെ സകല പുസ്തകങ്ങളും വായിച്ചിട്ടുള്ള ആളാണെന്നാണല്ലോ ഭാവം. അതുകൊണ്ട് പുസ്തകം വീട്ടിലുണ്ടെന്ന് അപ്പ പറഞ്ഞു. ഇല്ലാത്ത പുസ്തകം എവിടുന്ന് കൊണ്ടുവരാനാ? ഏയ്, അങ്ങനെയൊന്നും ആയിരിക്കില്ല. കാഞ്ചന സാറ് പറഞ്ഞതിൽ കാര്യമുണ്ട് ശിശുപാലൻ ചേട്ടാ. ഞാൻ ആ പുസ്തകം അന്വേഷിക്കാൻ ഇനി ഒരു സ്ഥലവും ബാക്കിയില്ല. എല്ലാ ബുക്ക് സ്റ്റോളിലും അന്വേഷിച്ചു നോക്കി. എല്ലാ പുസ്തകവും വാങ്ങി വീട്ടിൽ വെക്കുന്നവരോടും അന്വേഷിച്ചു നോക്കി. അവരുടെ കൈ പോലും ഈ സാധനം ഇല്ല. ചുരുക്കി പറഞ്ഞ സാറിന്റെ കയ്യിലും കാണൂല. എന്നോട് പൊങ്ങച്ചൻ പറഞ്ഞു പോയി. ഇനിയിപ്പോ പുസ്തകം എവിടെ നിന്ന് കൊണ്ടുവരും? അങ്ങനെയാണെങ്കിൽ ഇതൊരു ഉഗ്രൻ അവസര പ്രഭേ. ഇന്ന് സാറ് മറന്നു, അത് സമ്മതിച്ചു കൊടുക്കാം. നാളെ രാവിലെ സാറ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന നേരാവുമ്പോ നീ ഒന്ന് ഫോൺ ചെയ്ത് ഓർമ്മിപ്പിക്കണം. അല്ലെങ്കിൽ നാളെയും ഒന്ന് മറന്നുപോയെന്ന് പറഞ്ഞാലോ? എന്റെ കയ്യിൽ ആ പുസ്തകം ഇല്ലെന്ന് സാറിനെ കൊണ്ട് തന്നെ പറയിപ്പിക്കണം. ഒരു പ്രാവശ്യമെങ്കിലും നമുക്കും ജയിക്കണ്ടേ പ്രഭേ? ശരി.
എനിക്ക് ഈ നാണക്കേട് ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ ഭാമയ്ക്ക്? അവൾ ആ പുസ്തകം വേറൊരാൾക്കെടുത്ത് കൊടുത്തോണ്ടല്ലേ ഈ പ്രശ്നം മുഴുവൻ ഉണ്ടായത്. അതുകൊണ്ട് ഇന്നലെ വൈകിട്ട് വീട്ടിൽ ചെന്നപ്പോ ഞാനൊന്ന് ദേഷ്യപ്പെട്ടു. അതിനിങ്ങനെ മിണ്ടാതിരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഉത്തമനോടെ കണ്ട പറഞ്ഞേക്ക്, മോഹനകൃഷ്ണൻ തോൽക്കൂന്ന് കരുതി മിണ്ടാതിരിക്കണ്ട. ഈ ജന്മം മുഴുവൻ മിണ്ടാതിരുന്നാലും ഞാൻ പറഞ്ഞത് തിരിച്ചെടുക്കില്ല എന്ന്. ഓരോ വഴക്കിന് പറ്റിയ കാരണങ്ങളെ ഇവർക്ക് രണ്ടുപേർക്ക് നല്ല അടിയില കുറവാ. അല്ല, പുസ്തകം തിരിച്ചു കൊടുത്തിട്ടും വക്കീല് മിണ്ടാതിരിക്കുന്നത് എന്തായിരിക്കും? എന്താ ഈ പ്രഫ ഇന്നലെ പറഞ്ഞ കാര്യം? രാവിലെ മോനേഷ സാറിനെ വിളിച്ചിരുന്നോ? ഇല്ല സാറേ, ഞാൻ ആലോചിച്ചപ്പോ അത് പ്രശ്നമാവോന്നൊരു പേടി. എന്ത് പ്രശ്നം? വേറൊന്നുമല്ല, ഇന്നലെ പുസ്തകം കൊണ്ടുവരാൻ മറന്നുപോയെന്ന് സാർ എന്നോട് പറഞ്ഞില്ലേ? അതിനുശേഷം ഇവിടുന്ന് പോകുന്നവര് സാർ എന്നോട് മിണ്ടിയിട്ടില്ല. സത്യം, ഇന്നലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ സാർ എന്നോട് മിണ്ടിയിട്ടില്ല. ഞാൻ പുസ്തകം ചോദിച്ചത് ഇഷ്ടമായി കാണൂല. അതിന്റെ പേരിൽ സാർ മിണ്ടാതിരിക്കോ? എനിക്ക് തോന്നുന്നത് നിങ്ങൾ രണ്ടുപേരും കൂടെ സാറിനെ പറ്റി പറഞ്ഞതൊക്കെ സാർ കേട്ട് കാണുമെന്നാ. അതുകൊണ്ടായിരിക്കും മിണ്ടാത്തത്. ഈശ്വര, എന്നാ എന്റെ കാര്യം പോയത് എന്നെ. ഈശ്വര, ദശോപനിഷത്ത്. താങ്ക് യു സർ. ഇപ്പൊ മനസ്സിലായോ കാഞ്ഞിന് സാറേ? ഇന്നലെ സാറ് ശരിക്കും മറന്നുപോയതാണെന്നേ. സാറല്ലേ പറഞ്ഞത് മോഹനേഷ് സാറിന്റെ കയ്യിൽ പുസ്തകമേ ഇല്ലാന്ന്. ഇപ്പോഴും സാർ പ്രൊഫസറിനോട് പിണക്കത്തിലാണെന്ന് തോന്നുന്നു. പ്രൊഫസർ നന്ദി പറഞ്ഞിട്ട് സാറ് മൈൻഡ് ചെയ്തില്ലല്ലോ. ഇതെന്താ ഒരു എഴുത്ത്? എഴുത്തോ? വായിച്ചേ. ഒരു പുസ്തകം അത് ആവശ്യപ്പെട്ട സമയത്ത് കിട്ടിയില്ല എന്നതിന്റെ പേരിൽ ഒരു വഴക്കുണ്ടാവുന്നത് ലോകത്ത് ആദ്യമായിട്ടായിരിക്കും. എന്റെ ഭാഗത്ത് ഒരു ചെറിയ തെറ്റുണ്ടായി എന്നത് സമ്മതിക്കാം. പക്ഷെ ഇന്നലെ എനിക്കുണ്ടായ വേദനയ്ക്ക് എന്താണ് പരിഹാരം ചെയ്തത്? തെറ്റായി പോയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നേരെ വന്ന് എനിക്കൊരു ഉമ്മ തരണം. എനിക്കൊരു ഉമ്മ തരണം. ആ ഉമ്മ കിട്ടാതെ ഇനി ഞാൻ മിണ്ടില്ല. സത്യം ഒന്ന് നോക്കി. മോനുഷ സാർ ആള് കൊള്ളാലോ. ഇതാണോ സാറിന്റെ മനസ്സിലിരിപ്പ്? ഇത് വിടരുത് പ്രഭേ. മേലുദ്യോഗസ്ഥൻ കീഴുദ്യോഗസ്ഥനോട് അപമര്യാദ പെരുമാറിയാൽ കേസാ. തൊഴിൽ സ്ഥലത്തെ പീഡനം. ഇത് വിടരുത് പ്രഭേ. എന്നാലും കൊള്ളാലോ സാറ്. എന്താ എന്താ സാറേ ഇത്? സാർ ഇത്ര വൃത്തിയായിട്ടവനാണെന്ന് ഞാൻ കരുതിയില്ല. എന്താ സാർ എനിക്ക് എഴുതി തന്ന എഴുത്ത്. സാറിന് ഉമ്മ തന്നാലും മിണ്ടോളന്നല്ലേ? ഇത്രയും വൃത്തിയായിട്ട മനസ്സാ സാറിന്റെ അറിഞ്ഞില്ലേ? സാറേ, നാട്ടിലുള്ള മുഴുവൻ പേരെയും സാറ് മര്യാദ പഠിപ്പിക്കാൻ നടക്കുന്നത് കാണാമല്ലോ. എന്നിട്ടാണ് സാർ ഈ പണി കാണിച്ചത്. എന്തായാലും ഇത് മോശമായി പോയി സാർ. സാറിന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടാവുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതി. നിങ്ങളൊക്കെ എന്നെ പറ്റി എന്താ കരുതിയിരിക്കുന്നത്? ഒരു പെണ്ണിന് ഇതുപോലത്തെ വൃത്തികെട്ട കത്ത് എഴുതുന്ന ആളാണെന്നോ? ഇത് കണ്ടറിഞ്ഞൂടെ ഞാൻ എഴുതിയല്ലെന്ന്? ഈ പുസ്തകം കാണാത്തതിന്റെ പേരിൽ ഞാനും ഭാമ്യ തമ്മിൽ വഴക്കുണ്ടായി. അതുകൊണ്ട് ഞാൻ ദേഷ്യപ്പെട്ടു. ഇന്നത്തെ ദിവസം അവളെന്നോട് മിണ്ടിയിട്ടില്ല. അവള് എനിക്ക് എഴുതി വെച്ചാവും ഇത്. ഇതിനിപ്പോ ഞാനെന്ത് ചെയ്യാനാ? എന്തായാലും ഇത്രയും കാലമായിട്ട് നിങ്ങൾക്കൊന്നും എന്നെ മനസ്സിലായില്ലല്ലോ. കഷ്ടം. സാർ,
ചായ. ഞാൻ വന്ന നീ എങ്ങനെ അറിഞ്ഞു? ആ അതുകൊള്ള വീട്ടിലൊരാൾ വന്നു കയറുമ്പോ വീട്ടിലുള്ളവർ അറിയാതിരിക്കോ? ആഫീസിൽ എന്തൊക്കെയുണ്ട് വിശേഷം? ആഫീസിൽ ഇന്ന് 2 കൈവശാവകാശ സർട്ടിഫിക്കറ്റ് എഴുതി കൊടുത്തു. പോക്കുവരവരുള്ള 5 അപേക്ഷകൾ താലൂക്ക് ഓഫീസിലേക്ക് അയച്ചു. 10-12 പേർ കരമടയ്ക്കാൻ വന്നു. പിന്നെ പലവിധ അപേക്ഷകളുമായി ഒരു 10 ഉപകരണം. വേറെ വിശേഷങ്ങളൊന്നും ഉണ്ടായില്ല. നിന്റെ സംസാരശേഷി എപ്പോഴാണ് തിരിച്ചിട്ടിയത്? എനിക്ക് സംസാരശേഷി നേരത്തെ ഉണ്ടായിരുന്നല്ലോ. മോഹനോട് മാത്രം സംസാരിക്കില്ലെന്നേ ഉണ്ടായിരുന്നു. നീ എന്നോട് സംസാരിക്കണമെന്ന് എനിക്ക് നിർബന്ധമില്ല. എന്നാലും കൂടെ ജോലി ചെയ്യുന്ന ഒരു പെണ്ണിനോട് ഉമ്മ ചോദിക്കാന്നൊക്കെ വെച്ചാ പുറമേ കാണുമ്പോ വലിയ മാന്യനാണ്. അലക്കി തെച്ച ഷർട്ടുമുണ്ട്. വർത്തമാനത്തിൽ മഹാത്മാഗാന്ധി. കയ്യിലിരിപ്പോ സ്വയംപ്രഭ ആയതുകൊണ്ട് അവിടെ തീർന്നു. വേറെ വല്ല പെണ്ണുങ്ങളുമായിരുന്നെങ്കിൽ അടിച്ച് പല്ല് താഴ്ത്തന്നെ. നീ ഒറ്റ നാണം കരുതിയത് കാര്യങ്ങളൊക്കെ ആ പുസ്തകത്തിൽ വെക്കാൻ നിങ്ങൾ ആര് പറഞ്ഞു? ആ പുസ്തകം സ്വയംപ്രഭയ്ക്ക് കൊണ്ടേ കൊടുക്കുമെന്ന് ഞാൻ അറിഞ്ഞു. സ്വയംപ്രഭ ചോദിച്ച പുസ്തകം സമയത്ത് കൊടുക്കാൻ പറ്റാത്തതിനാണ് ഇന്നലെ ആ ചീത്തയല്ല എന്നെ പറഞ്ഞത്. എന്നിട്ടും പുസ്തകം സ്വയംപ്രഭയ്ക്കാണെന്ന് പറഞ്ഞില്ല. അതെന്നെ വിളിച്ചു വെച്ചതിന് ദൈവം നിന്ന് ശിക്ഷയാണ് ആ എഴുത്ത്. ആ എഴുത്ത് ദൈവം എഴുതിയല്ലോ, നീയല്ലേ? ഞാൻ എഴുതുന്നത് അന്നേരം വായിച്ചു നോക്കായിരുന്നില്ലേ? എന്തായാലും ആഫീസിൽ എന്റെ മാനം പോയപ്പോ നിനക്ക് തൃപ്തിയായല്ലോ. മാനൊന്നും പോയിട്ടില്ല സാറേ. കാര്യം പറഞ്ഞ് സ്വയംപ്രഭ എന്നെ വിളിച്ചു പറഞ്ഞെന്താന്നറിയാമോ? വക്കീലും സാറും തമ്മിൽ ഇത്രയും സ്നേഹമായിരുന്നെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു. സത്യം. അപ്പൊ ഇനി ബാക്കി കാര്യത്തിലേക്ക് കടക്കാം. അത് എഴുത്തിട്ട് എഴുതിയായിരുന്നല്ലോ. അയ്യോ, വലിയ പൊല്ലാപ്പാവേണ്ടതായിരുന്നു. ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. ഭാര്യയ്ക്ക് ഭർത്താവിനോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എഴുത്തെഴുതി ഓരോ മാതിരി അപകടങ്ങൾ വിളിച്ചു വരുത്താതെ പറയാനുള്ളത് നേരിട്ട് പറഞ്ഞ് അപകടം ഒഴിവാക്കാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തേക്ക് വിടാം.